ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു. അതേപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം. കുവൈറ്റിലല്ല, കുമളിയിലായിരുന്നു മാഡത്തിന് കഴിച്ചതാണ്. അതേപോലെ തന്നെ വയനാട് സ്വന്തം ഒരു അക്കാദമി നടത്തിയിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു 3 വർഷക്കാലം ഉണ്ടായിരുന്നു. ജോലി സ്ഥലത്ത് നിന്ന് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് തലകറങ്ങി വലതുവശം പോയി. പെട്ടെന്ന് അങ്ങനെ മലപ്പുറം ജില്ലയിൽ തന്നെ അൽഷിഫ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഒരു 10-13 ദിവസം അവിടെ ICUവിലായിരുന്നു. എന്താണെന്ന് ആർക്കും അറിയില്ല. വിവിധ ടെസ്റ്റുകളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞത്. എന്തായാലും മാഡം പറഞ്ഞതുപോലെ സർവേശ്വരൻ്റെ അനുഗ്രഹവും എല്ലാവരുടെയും പ്രാർത്ഥനയും ഒരു നാടടക്കം കൈകോർത്ത് നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ ഉണ്ട്. അസ്കർ പുരാടി ബ്ലോഗറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, അതേപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അതേപോലെ ഉമ്മർ ചിറ്റൂര് തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ വിവിധ പ്രോഗ്രാമുകളിലൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത്, മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ പ്രോഗ്രാമുമായിട്ട് ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. എന്തായാലും എൻ്റെ കോൺഫിഡൻറ്റ്, എൻ്റെ ഡോക്ടർ പറയും മിറാക്കിൾ ലേഡി അല്ലെങ്കിൽ ഒരു ലെജൻഡ് ലേഡിയാണ്. ഒട്ടനവധി ഞാൻ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കും. കാരണം മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് നമുക്ക് എത്രമാത്രം ഒരാളെ തൃപ്തിപ്പെടുത്താനും ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരാളുടെ കുറവുകളിലേക്ക് അല്ല നമ്മൾ നോക്കേണ്ടത്, അവരെ നിറവുകളിലേക്ക് നോക്കിയിട്ട് അവർക്ക് എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും അവരെ ചേർത്ത് പിടി. ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക്, അതായത് സാമ്പത്തികമില്ലാത്ത ഒരാൾ ആർക്കും വേണ്ട. അല്ലെങ്കിൽ ഞാനത് അനുഭവിച്ചതാണ്, എനിക്കറിയാം. എൻ്റെ മക്കള് ഇപ്പൊ എൻ്റെ മോളിപ്പോൾ തൊടുപുഴ, ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ അൽ-അസർ കോളേജിൽ 3ാം വർഷ LLBക്ക് പഠിക്കുകയാണ്. ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ ഓവറോൾ ചാമ്പ്യനായിരുന്നു എൻ്റെ മകള്. ഒരു ട്യൂഷനോ മറ്റുള്ളതൊന്നുമല്ല. ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കൽ എന്താണെന്ന് വെച്ചാൽ, സൊസൈറ്റിയിൽ നമുക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളോട് ഇടപഴകുന്ന രീതിയിൽ അവിടെ നമുക്ക് മോശം വരാത്ത രീതിയിൽ സംസാരിക്കാനും ആളുകളെ ചേർത്ത് പിടിക്കാനും ആളുകളോട് ഇടപഴകാനുള്ള ഒരു സംസാരം നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ബിഹേവിങ് നമുക്കുണ്ടാവണമെന്ന് മാത്രമാണ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രയത്നങ്ങളിലൂടെ പൊരുതിയാണ് ഇവിടെ എത്തിയത്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഗോഡ് ബ്ലസ് യുവിൻ്റെ പ്രോഗ്രാമിന് വരണമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഈ നിങ്ങളെയൊക്കെ കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. സർവേശ്വരനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നിലൊരു കർത്തവ്യമുണ്ട്. ഈ സൊസൈറ്റിയുടെ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ഗോഡ് ബ്ലസ് യു കാരുണ്യ ചാരിറ്റി എന്താണെന്നും അത് എന്നു മുതൽ തുടങ്ങിയെന്നും അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ഇനി തുടർന്നുള്ള പ്രവർത്തനം എന്തൊക്കെയാണെന്നും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യം മാത്രമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗോഡ് ബ്ലസ് യു കാരുണ്യ ചാരിറ്റി ജോർജ് ആശാൻ മെമ്മോറിയൽ അനുസ്മരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ 2016 ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മ, അതായത് തങ്ങളുടെ കഴിവുകൾ കുറേ വ്യക്തികൾ തമ്മിൽ കൂടിയ ഒരു സൗഹൃദ കൂട്ടായ്മയാണിത്. തങ്ങൾക്കുള്ള കഴിവുകളെ പരിപോഷിക്കാനും അല്ലെങ്കിൽ ഒരു സൗഹൃദം പങ്കുവെക്കാൻ വേണ്ടി മാത്രം കൂടിയ ഒരു വാട്സപ്പ് കൂട്ടായ്മ. ഇന്ന് 6 വർഷക്കാലത്തോളം നമ്മുടെ ഈ സംഘടന ഒരുപാട് മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുണ്ട്. അതിൽ ഒരാളെടുത്തൊന്നും ഒരു പിരിവോ അല്ലെങ്കിൽ സംഭാവനയോ ഇതുവരെ നമ്മുടെ ഗ്രേസി മാഡം സ്വീകരിച്ചിട്ടില്ല. അന്നൊക്കെ ഇത് ചില കുട്ടികൾക്ക് സ്കൂൾ ബാഗ് കൊടുക്കും, റംസാൻ ആയാലും റംസാൻ കിറ്റ് കൊടുക്കും, ഓണ കിറ്റ് കൊടുക്കും, പാവപ്പെട്ട അമ്മമാരെ ആദരിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടത്തി പോരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗോഡ് ബ്ലസ് യു കാരുണ്യ ചാരിറ്റി എന്തുകൊണ്ട് ഒരു രജിസ്ട്രേഡ് സംഘടനയായി പുനരുദ്ഭവിച്ചുകൊണ്ട് നടത്തിക്കൂടാ എന്നുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് ഇതിലുള്ള ആളുകൾ തമ്മിൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പർമാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇതിൽ നിങ്ങളോടൊക്കെ പരിചയപ്പെടാനും ആശംസ അർപ്പിക്കാനൊക്കെ ഇവിടെ എത്തും. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കിവിടെ അവസാനിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ ഈ സംഘടന ഇന്നിവിടെ ലോഗോ പ്രകാശനം കഴിഞ്ഞു. ഇനി അടുത്ത ഈ മാസം 30-നുള്ളിൽ തന്നെ ഇതൊരു രജിസ്റ്റേർഡ് സംഘടനയായി നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേസി മാഡാണ്. അതേപോലെ തന്നെ അതിൻ്റെ പ്രസിഡന്റ്, ഈ സംഘടനയുടെ പ്രസിഡന്റ് ബഹുമാനിയായ ആളിവിടെ സ്ഥലത്തില്ല, ഗ്രേസി മാഡത്തിന്റെ ഹസ്ബൻഡ് കൂടിയായ സുനിൽ സാറാണ് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം
സെക്രട്ടറി ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, ഖദീജ മഞ്ചേരിയാണ്, എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എവിടെ എത്തുമെന്നൊന്നും എനിക്കറിയില്ല. സർവേശ്വരൻ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നന്നായി പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടി ഉണ്ടാവണം.